വുൾഫ് ഓഫ് എ വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞേക്കുന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജോർഡൻ ബെൽഫോർഡ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു അതിവിദഗ്ധനായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ട്രേഡറിന്റെ സ്റ്റോറിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാസിനേറ്റിംഗ് മൂവിയാണ്. ലിയനാർഡോ ഡികാപ്രിയോ ആണ് അതിനകത്ത് ജോർഡൻ ബെൽഫോർഡായിട്ട് അഭിനയിച്ചത്. ഈ ജോർഡൻ ബെൽഫോർഡ് എങ്ങനെയാണ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പഠിക്കാനിട വന്നു. പഠിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ജോർഡൻ ബെൽഫോർഡിന് ചില ടൊണാലിറ്റീസ് ഉണ്ടായിരുന്നു. അവരും അദ്ദേഹത്തിന്റെ ടീമും യൂസ് ചെയ്തിരുന്ന ആൾക്കാരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്. ഈ ടൊണാലിറ്റി, ഈ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് ജോർഡൻ ബെൽഫോർഡ് അപ്രോക്സിമേറ്റ്ലി $1.6 ബില്യൺ കളക്ട് ചെയ്തു ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന്. എന്താണ് ടൊണാലിറ്റിക്കുള്ള ഇമ്പോർട്ടൻസ് സെറ്റ്സിൽ? ടൊണാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് 42 ലക്ഷം വർഷം പഴക്കമുള്ള ഒരു ബ്രെയിനിനോടാണ്. അത്രയും പഴകിയ ബ്രെയിൻ എന്നല്ല അർത്ഥം. അവിടെയാണ് നമ്മുടെ ബ്രെയിൻ തുടങ്ങിയത്. കൈൻഡ് ഓഫ് ഹ്യൂമൻ എന്ന് പറഞ്ഞേക്കുന്ന ഫോം ഡെവലപ്പായി വന്നിട്ട് അപ്രോക്സിമേറ്റ്ലി 42 ലക്ഷം വർഷം മുമ്പ് പയ്യെ ഫോം ചെയ്ത് 75,000 വർഷം മുമ്പാണ് ഈ പരിപാടി ഫിനിഷ് ആകുന്നത്. അപ്പൊ ഈ ഹ്യൂമൻസിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 10,000-12,000 വർഷത്തിന് മുമ്പ് ഭാഷ പോലും ഉണ്ടായിരുന്നില്ല. റിട്ടൺ ലിപികൾ ഉണ്ടായിരുന്നില്ല. എഴുത്തും കുറെ പടങ്ങൾ വരയ്ക്കലും ചെറിയ ചെറിയ ഷേപ്പുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ ഈ ഭാഷയില്ലാത്ത മനുഷ്യ സ്ത്രീ ഗുഹയിലിരുന്ന് ജീവിക്കുകയാണ്. കറണ്ടും ഇല്ല, പവർ കട്ടല്ലേ നമുക്ക് ഉള്ളൂ. പക്ഷെ അവർക്ക് പവറേ ഇല്ല, കട്ട് മുഴുവൻ സമയം കട്ടാണ്. അപ്പൊ ഈ ഫുൾ ടൈം പവർ കട്ടുള്ള, കറണ്ട് ഇല്ലാത്ത, ഫാൻ ഇല്ലാത്ത, ചൂട് വരുമ്പോൾ ചൂട്, തണുപ്പ് വരുമ്പോൾ തണുപ്പ്, AC ഇല്ലാത്ത ഈ ജീവിച്ചിരുന്ന ഹ്യൂമൻസ് അവരുടെ എല്ലാ എക്സ്പ്രഷൻസും ടൊണാലിറ്റിയിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് മങ്കികൾ, ബേർഡ്സ്. ചില ഡോഗുകൾ പർട്ടിക്കുലർ രീതിയിൽ പല സൗണ്ടുകളിൽ കരയുന്നത്, കരയുന്നത്, കൂവുന്നത്, കുരയ്ക്കുന്നത്. നമ്മളുടെ ചെന്നായ്ക്കള് ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ടൊണാലിറ്റിയുടെ എക്സാമ്പിൾസ് ആണ്. അപ്പം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് ഏറ്റവും പവർഫുൾ ആയിട്ടൊരു ടൂളായിരുന്നു ടൊണാലിറ്റി. നമുക്ക് ഭാഷ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് 10,000 വർഷമായിട്ടുള്ളെന്നുണ്ടെങ്കിൽ ആ 10,000 വർഷത്തിന്റെ 10 ഇരട്ടിയല്ല, 100 ഇരട്ടിയല്ല, 1000 ഇരട്ടിയല്ല, 4,000 ഇരട്ടിയോളം സമയം നമ്മൾ ടൊണാലിറ്റി വെച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ടൊണാലിറ്റി വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം 3,999 പ്രാവശ്യം ഇതും ടൊണാലിറ്റി ഉപയോഗിച്ചിട്ട് പിന്നെ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഭാഷയുടെ ഇൻഫ്ലുവൻസ് സിഗ്നിഫിക്കൻ്റ്ലി കുറവാണ് കമ്മ്യൂണിക്കേഷനകത്ത്. ഓക്കെ, ഇത്രയും പ്രബന്ധം എന്തിനാ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൊണാലിറ്റിയെ കുറിച്ച് പറയാനാണ്, സെയിൽസിനെ കുറിച്ച്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ടൊണാലിറ്റിയിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ സെയിൽസ് സക്സസ്ഫുൾ ആകും. സിൻസിയറിറ്റി, നിങ്ങളെ സംബന്ധിച്ചോളം സിൻസിയറായിട്ട് എങ്ങനെ സംസാരിക്കുന്നത്? ഇത് ഒരാൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമല്ല മോസ്റ്റ് ഓഫ് ദ ടൈം. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ റൂട്ട്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ടാണ്. നമുക്ക് വളരെ ആത്മാർത്ഥമുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് അല്ലേ? നമ്മളെ സംബന്ധിച്ചോളം എന്തുണ്ട് കേശവൻകുട്ടി, സുഖമല്ലേ? ഇന്ദുലേഖ എന്തെടുക്കുന്നു? ഓക്കെ. ചന്തുമേനോൻ സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. ഒത്തിരി നാളായാലും നമ്മൾ സംസാരിച്ചിട്ട്. ഇതാണ് സിൻസിയറിറ്റി എന്ന് പറഞ്ഞ ടൊണാലിറ്റി. ഈ ടൊണാലിറ്റിയിൽ നിങ്ങൾ സംസാരിക്കുവാണെങ്കിൽ ആക്ച്വലി പീപ്പിൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യും. ഇത് സബ് കോൺഷ്യസ് ആയിട്ടുള്ള ട്രസ്റ്റ് ഉണ്ടാവും. കോൺഷ്യസ് ആയിട്ടുള്ള അവർ റിയലൈസ് ചെയ്തില്ലേ പോലും സബ് കോൺഷ്യസ്ലി അവർ എന്തൊരു സിൻസിയറിറ്റി ഉള്ള മനുഷ്യനാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇത് ഫേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ടൊണാലിറ്റി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് വരേണ്ട ഒരു സാധനമാണ്. അപ്പൊ ആ നാച്ചുറൽ ആയിട്ട് വരുന്ന ടൊണാലിറ്റിയിൽ സിൻസിയറിറ്റി ഒരു ടൂളാണ്. രണ്ടാമതൊരു ടൊണാലിറ്റിയാണ് അബ്സല്യൂട്ട് സർട്ടനിറ്റി. അബ്സല്യൂട്ട് സർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവമായിട്ടുള്ള ഉറപ്പാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വിൽസൺ ചർച്ചിലിന്റെ ഒരു സ്പീച്ച്, രണ്ടാം ലോകമഹായുദ്ധം എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻഡ് ചെയ്യും എന്ന് പറഞ്ഞ നമ്മൾ ജയിക്കും എന്ന് പറഞ്ഞേക്കുന്ന ചർച്ചിലിന്റെ സ്പീച്ച് ഉണ്ട്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു സ്പീച്ച് ഉണ്ട് ഈ പറഞ്ഞ പോലെ, ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞിട്ട്. എബ്രഹാം ലിങ്കന്റെ ഗെറ്റിസ്ബർഗ് അഡ്രസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്പീച്ച് ഉണ്ട്. അമേരിക്കയിലെ സിവിൽ വാർ ഉണ്ടായി, നോർത്തും സൗത്തും തമ്മിൽ ഫൈറ്റാണ്. ഈ ഫൈറ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരന് ആ പീസിന് വേണ്ടിയിട്ട് വളരെ ഷോർട്ടായിട്ടുള്ള സ്പീച്ചാണ്. ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും ഗെറ്റിസ്ബർഗ്. എനിക്ക് അവിടെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്പീച്ചുകൾ, അപ്പൊ പ്രസംഗം പറയണോ ഞാൻ സെയിൽസിന് പകരം? നിങ്ങളൊരു ബിസിനസ് ഓണറാണ്, നിങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം സെല്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൊണാലിറ്റിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെ
അതായത് എന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യണം നിങ്ങൾ പവറുമായിട്ട് കണക്റ്റ് ആണ് സംസാരിക്കുന്നത്. അത് ഷോ ഓഫ് ആയിരിക്കരുത്. മാർട്ടിൻ ലൂഥർ കിങ് സംസാരിക്കുമ്പോൾ ആളുടെ ഈ പറഞ്ഞ ലോവർ ലെവൽ ഓഫ് ജോ ഈ പറഞ്ഞ പോലെ മൂവ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ശക്തമായിട്ട് മൂവ് ചെയ്യുന്ന കാണാം. ആളുടെ തല ഇങ്ങനെ പൊങ്ങുന്ന കാണാം ഇടയ്ക്ക്. അപ്പൊ അവിടെ ബോഡിലി ഫങ്ഷനും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ കൈ പിടിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഒരു ഓപ്പൺ ജസ്റ്ററാണ്. പക്ഷെ ആളുടെ കൈ ഇങ്ങനെയാണ് വരുന്നത്, അതായത് ഫ്ലിപ്പ് ചെയ്താണ് വരുന്നത്, ഇങ്ങനെയല്ല. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് പവറുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, ആ പവറുമായിട്ട് നിങ്ങൾ അതോറിറ്റേറ്റീവ്ലി കണക്ട് ചെയ്യുവാണെങ്കിൽ, ആ ടൊണാലിറ്റിയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടനിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീം നിങ്ങളുടെ ആ സർട്ടനിറ്റി കണ്ടിട്ട്, നിങ്ങളുടെ പ്രോസ്പെക്റ്റ് ആ സർട്ടനിറ്റി കണ്ടിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങാനായിട്ടുള്ള പ്രോബബിലിറ്റി സിഗ്നിഫിക്കൻ്റ്ലി കൂടുകയാണ്. അടുത്ത കാര്യമാണ് ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒബ്വിയസ്നെസ്. ഇംപ്ലൈഡ് ഒബ്വിയസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യ ഭർത്താവ് നിങ്ങളോടൊന്ന് ചോദിക്കുക, സുമതി, കേട്ടില്ല നമ്മൾ, സുമതിയേ, അന്നേരം എന്തോ സൂര്യൻ ഉദിച്ചോടി ഇന്ന്. വിദ്യാന രാത്രി കള്ളടച്ചിട്ട് രാത്രി 2 മണി വന്ന് കിടന്നിട്ട് സൂര്യൻ ഉദിച്ചോന്ന്. ഉച്ചയ്ക്ക് 12 മണിയായി, സൂര്യനൊക്കെ ഉദിച്ചു. മാഷേ, എന്താ ചോദ്യമായി ചോദിക്കുന്നത്? ഇതിനെയാണ് ഇംപ്ലൈഡ് ഒബ്വിയസ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇംപ്ലൈഡ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാം, സുമതിക്ക് കൃത്യമായിട്ട് അറിയാം, കേശവൻ ചേട്ടനും അറിയാം, എന്തറിയാം, ഈ പറഞ്ഞ പോലെ സൂര്യൻ ഉദിച്ചു എന്നൊക്കെ അറിയാം. പക്ഷെ പുള്ളി ഇന്നലത്തെ കെട്ടുവിടാഞ്ഞിട്ടാണ്. മൂരവെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേന് ശരിയാവും. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരന് ചോദിക്കുന്ന ചോദ്യത്തിന് സുമതി പറയുന്ന മറുപടി, അതെ സൂര്യനൊക്കെ വെച്ചു മഴ കുറെ നേരം മുമ്പ് വെച്ചു, നിങ്ങളാണ് ഉദിക്കാതെ. ഇതാണ് ഇംപ്ലൈഡ് ഒബ്വിയസ്നെസ്. ഇത്ര ആറ്റിറ്റ്യൂഡ് വേണ്ട, പക്ഷെ ഒരു ചെറിയ ആറ്റിറ്റ്യൂഡ് അതിനകത്തുണ്ട് സംസാരത്തിൽ. അതെ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാന്നുള്ളതാണ്. ആ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകണം. കേൾക്കണം. ഈ ടൊണാലിറ്റിയാണ്. ഇതുപോലെ തളർന്നു പറയണമെന്നില്ല. ഞാൻ വളരെ കാമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് വേണേൽ പറയാം. ഒരുപാട് പവർ ആകണ്ട, ആൾക്കാർ പേടിച്ചു പോവുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ പേടിച്ചു പോയില്ല, അതുപോലെ തന്നെ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇംപ്ലൈഡ് ഒബ്വിയസ്നെസ് ടോക്ക് ചെയ്താൽ ആൾക്കാരെ ആ ശരിയാണല്ലോ, എനിക്ക് മേടിക്കണോ എന്ന ചിന്തയിലേക്ക് വരും. ഓക്കെ. അപ്പൊ ഇങ്ങനെ പല ടൊണാലിറ്റീസ് ഉണ്ട്. മാച്ചിങ് ടൊണാലിറ്റി, നിങ്ങൾ വേറെ ആളുടെ ടോണുമായിട്ട് മാച്ച് ചെയ്യുവാണ്, അതാണ് മാച്ചിങ് ടൊണാലിറ്റി. എന്തൂസിയാസം, അറ്റ് ദിസ് പോയിന്റ് നിങ്ങൾക്ക് അറിയാം. എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ്. പണ്ട് ഡെയിൽ കാർണഗിയുടെ ബുക്കുകളിലൊക്കെ ഉണ്ട്. ഡെയിൽ കാർണഗിയുടെ ബുക്കുകളൊക്കെ വായിച്ചിട്ട് ഹൗ ടു വിൻ ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, നിങ്ങൾ ബുക്കുകളൊക്കെ വായിച്ചാൽ സെല്ല് ഭയങ്കര സെയിൽസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്തൂസിയാസം ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വായിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഇപ്പൊ മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ. എന്തൂസിയാസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോറിറ്റി. അതോറിറ്റിയും വളരെ ക്ലോസ് ആണ്. സർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള ആളാണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. ഓക്കെ. അതായത് നിങ്ങൾ ഡോക്ടറെ പോലെ സംസാരിക്കും. എന്തേ? ഓക്കെ. തലവേദന ഉണ്ടോ? ഓ അത് ശരി, പാൻറ് ഊരിക്കേ. ഡോക്ടറെ, തലവേദനയ്ക്ക് എന്തിനാ പാൻറ് ഊരുന്നത്? എല്ലാവരും ഞാൻ പാൻറ് ഊരിക്കുന്നു, പാൻറ് ഊരിക്കേ, അത് നമ്മൾ സംസാരിക്കുള്ളൂ. ഇതാണ് അതോറിറ്റിയിലുള്ള കോൺവെർസേഷൻ. ഇത്രയും ഓവറാക്കേണ്ട, ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതോറിറ്റി എന്ന് പറഞ്ഞ ടൊണാലിറ്റി, ഈ ടൊണാലിറ്റീസ് ഇത് ഭാഷകൾക്ക് അതീതമാണ്. ഇത് ശരിക്കും ശ്രദ്ധിക്കുക. ഭാഷ നിങ്ങളെ സംബന്ധിച്ചോളം നല്ലതാണ്. വേർഡ്സ് അപ്രോക്സിമേറ്റ്ലി 5% ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ 5% താഴെയാണ്. ടൊണാലിറ്റി അപ്രോക്സിമേറ്റ്ലി 40% ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ബോഡി ലാംഗ്വേജും ടൊണാലിറ്റിയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് ടൊണാലിറ്റി യൂസ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ 95% കമ്മ്യൂണിക്കേഷൻ സെയിൽസിലൂടെ എഫക്റ്റീവായിട്ട് നടത്തുവാണ്. അതാണ് പവർ ഓഫ് ടൊണാലിറ്റി. ടൊണാലിറ്റി യൂസ് ചെയ്യുക. 6 തരം ടൊണാലിറ്റീസ് ആണ്. എന്തൊക്കെയാണ്? അബ്സല്യൂട്ട് സർട്ടനിറ്റി ഉണ്ട്, ഇംപ്ലൈഡ് ഒബ്വിയസ്നെസ് ഉണ്ട്, മാച്ചിങ് ടൊണാലിറ്റി ഉണ്ട്, എന്തൂസിയാസം ഉണ്ട്, അതോറിറ്റി ഉണ്ട്, ആൻഡ് ഫൈനലി സിൻസിയറിറ്റി ഉണ്ട്. അപ്പൊ ശരി, പിന്നെ കാണാം.